ആഷിക്കിലടി എനിക്ക് ഇതിനകത്തൊരു സംശയമുള്ളത്, ഈ നല്ല വയറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പുലി കളിക്കുമ്പോഴേ അവർ ഈ പുലി കളിക്ക് വേണ്ടിയിട്ട് പ്രത്യേക തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ടോ? ഈ വയറൊക്കെ ഇതിനോടനുബന്ധിച്ച് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണോ? പറ്റുമെങ്കിൽ ഒന്ന് അവരോട് ചോദിക്കണം കേട്ടോ ഈ കാര്യം. ഉണ്ട്, അവരോട് തന്നെ വേണമെങ്കിൽ ഒന്ന് ചോദിക്കാം എന്ന് തോന്നുന്നു. സാധാരണ സ്ഥിരം ഇത്തരം കലാകാരന്മാരാണല്ലോ, പുലികളി കലാകാരന്മാരാണല്ലോ ഈ കലാരൂപം അവതരിപ്പിക്കുക. അത് ഇപ്പോൾ കേരളത്തിന്റെ ഏത് ആഘോഷം എടുത്തു നോക്കിയാലും പുലികളി ഒഴിവാക്കാൻ കഴിയാത്ത ഒരു ഘടകമാണ്. അതുകൊണ്ട് അവർ ആ ശരീരപ്രകൃതിയൊക്കെ അങ്ങനെ തന്നെ തുടരുന്നതായിരിക്കും. ഇവിടെ ഒരു കരിമ്പുലിയുണ്ട് ചേട്ടാ, ഞങ്ങളുടെ ആങ്കർ ചോദിക്കുന്നു, ഈ പുലി രൂപം അണിയാൻ വേണ്ടി ശരീരം ഇങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോവുകയാണോ എന്നാണ്. അതെ, ഇത് മെയിൻറ്റെയിൻ ചെയ്യും. നമ്മള് മെയിൻറ്റെയിൻ ചെയ്താലേ നമുക്ക് ഇങ്ങനത്തെ അവസരങ്ങളിൽ ഭക്ഷണം കഴിക്കുക, നല്ല രീതിയിലുള്ള നല്ല ഭക്ഷണങ്ങൾ കഴിച്ചാൽ ശരീരം മെയിൻറ്റെയിൻ ചെയ്ത് പോകാം. ആ, എല്ലാ വർഷവും വരാറുണ്ട്. എവിടെ നിന്നാണ്? നമ്മളെവിടെ നിന്നാണ്? എൻ്റെ വീട് മിണാലൂരാണ്, അത്താണി മിണാലൂര്. ഞാൻ വിയൂര് യുവജന സംഘത്തിന് വേണ്ടിയിട്ട് വേഷറിന ആളാണ്. 14 കൊല്ലമായിട്ട് വേഷറിന്. ഇപ്രാവശ്യമേ കുറെ ഡിഫറെന്റ് കളേഴ്സിലുള്ള പുലികളെ കണ്ടിരുന്നു കേട്ടോ. കാരണം പിങ്ക് പുലിനെ കണ്ടു, ഇപ്പൊ ഇതാ ഈ കറുപ്പ് നമ്മൾ കാണാറുണ്ട്, പച്ച പുലിനെ ഒക്കെ കണ്ടിരുന്നു. എന്താ ഇപ്രാവശ്യത്തെ ഇങ്ങനെ ഒരു പ്രത്യേകത? എല്ലാ കൊല്ലം അങ്ങനെ വെറൈറ്റി ഓരോ കൊല്ലങ്ങൾ തോറും വെറൈറ്റികൾ വരിക, പ്രൈസുകൾ കൂട്ടുക, അങ്ങനത്തെ ഒരു ചിന്തപ്പാടിലാണ് മെയിനായിട്ട്. പുലികൾക്ക് സംശയം അല്ല, ഞങ്ങൾ ചോദിക്കുന്നത് ഈ വയറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേക ഡയറ്റും ക്രമീകരണങ്ങളുണ്ടോ? ഒന്നുമില്ല, ഭക്ഷണം മാത്രം നാച്ചുറലാണ്. ഭക്ഷണം. അപ്പൊ ഇത്തവണത്തെ ഓണാഘോഷം പൊളിക്കുകയാണ്. തീർച്ചയായും ജൽസിയുടെ ഭക്ഷണം നമ്മളെ വെള്ളച്ചോറ്, നമ്മൾ ചെറുപ്പം ശരിക്കുന്നത് പഴഞ്ചോറ് എന്ന് പറയും. നമുക്കറിയില്ല, നമ്മളെ ശരീരത്തിന് വെള്ളച്ചോറാണ് പഴഞ്ചോറ് എന്ന് പറയും. ഇന്നത്തെ ഭക്ഷണം നാളെ സംഭവം. തീർച്ചയായും ജിൽസിയുടെ സംശയം മാറി എന്ന് തോന്നുന്നു. ഓരോ പുലികൾക്കും അവരുടേതായ ഭക്ഷണക്രമങ്ങളാണ്. ഒരാൾക്ക് മന്തിയാണെങ്കിൽ മറ്റൊരാൾക്ക് പഴങ്കഞ്ഞിയാണ്. അങ്ങനെ വൈവിധ്യങ്ങളായ ഭക്ഷണങ്ങൾ കൂടി ഈ ഓണാഘോഷത്തിന്റെ ഭാഗമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ സ്വന്തം ഫിസിക്ക് നിലനിർത്തിക്കൊണ്ടാണല്ലോ ഓരോരുത്തരും അവരവരുടെ തൊഴിലിന്റെ ഭാഗമാകുന്നത്. ഏതായാലും വൈവിധ്യപൂർണ്ണമായ ഓണാഘോഷങ്ങളാണ്. തുടങ്ങുകയാണ്, മണിക്കൂറുകൾ ഇനി അധികമില്ല. മന്ത്രി എം പി രാജേഷ് ഔദ്യോഗികമായ ചടങ്ങുകൾക്ക് ഉദ്ഘാടനം നിർവഹിക്കും. മന്ത്രി പി രാജീവ് അത്ത കൊടി ഉയർത്തുകയും ചെയ്യും. പിന്നീട് ഇവിടെ നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്ര നഗരം ചുറ്റി തിരിച്ചിവിടേക്ക് തന്നെ എത്തും. അങ്ങനെ ഔദ്യോഗികമായ തുടക്കം. പിന്നീട് അത്തപ്പൂക്കളം മത്സരമുണ്ട്, മറ്റ് കലാരൂപങ്ങളുടെ പ്രദർശനമുണ്ട്. അങ്ങനെ വിധങ്ങളായ പരിപാടികളുണ്ട്. ഏതായാലും തൃപ്പൂണിത്തറ ഓണാഘോഷങ്ങളുടെ തുടക്കത്തിനായി ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട് ജിൽസി.